നോമ്പിന് മുന്നുള്ള അവസാനത്തെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ പാലസിലേക്കാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ കാക്കനാട് റോഡിൽ പുതിയതായിട്ട് വന്ന അറേബ്യൻ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മുന്നേ ഇവിടെ താഴ്വാരമായിരുന്നു, അതിപ്പോൾ അറേബ്യൻ പാലസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. അറേബ്യൻ പാലസ് എടപ്പള്ളിയിലും ഒക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ജ്യൂസ് എത്തി. ജ്യൂസ് കുടിച്ച് കഴിയാറായപ്പോഴത്തേക്കും അടുത്ത സൂപ്പ് എത്തി. സൂപ്പ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് ഫുഡ് എപ്പോൾ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഫുഡ് അവസാനം എത്തി. അപ്പോൾ നമ്മൾ 4 പേരും 4 ടൈപ്പ് ഓഫ് മന്തിയാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി മസാല ഷവായി, ഹണി ഷവായി, അൽഫാം മന്തി, അങ്ങനെ 4 ടൈപ്പ് ഓഫ് മന്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അറേബ്യൻ പാലസിലെ മന്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരു 4-5 റൗണ്ട് റൈസ് മേടിച്ചതിന് ശേഷം ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു നമ്മളെല്ലാവരും. കുറേ നാളത്തേക്ക് ശേഷമാണ് ഒന്നിച്ചിരുന്ന് വാപ്പച്ചിൻ്റെ കൂടെയൊക്കെ ഫുഡ് കഴിക്കുന്നത്. അത് നല്ല എൻജോയ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി ഒരു ഷെയ്ക്ക് പോലത്തെ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ അതും കുടിച്ച് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഐസ്ക്രീമിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും ഒന്ന് ട്രൈ ചെയ്തു. ഏത് ടൈപ്പ് ഐസ്ക്രീമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അതിനുള്ള ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ആ ഐസ്ക്രീം നമ്മുടെ കയ്യിലേക്ക് എത്തും. അങ്ങനെ നമുക്കും കിട്ടി. ഒരു ഐസ്ക്രീം മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ കാരണം ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ കാരണം എല്ലാവർക്കും ഓരോന്ന് മേടിച്ച് കഴിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഐസ്ക്രീം മേടിച്ച് നമ്മളെല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ എല്ലാവരും മാറി മാറി ഓരോ സ്പൂൺ ഐസ്ക്രീമും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 10:30 ആവാറായി. 10:30ക്ക് നമുക്ക് ഹോസ്റ്റലിൽ കയറേണ്ടതാണ്. അപ്പോൾ നേരെ തന്നെ വാപ്പച്ചി ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കിയിട്ട് വാപ്പച്ചി നേരെ പോയി.